നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം സെമിയിൽ ന്യൂസിലാൻഡിന് തോറ്റ് ദക്ഷിണാഫ്രിക്ക പുറത്തായതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ നോക്കൌട്ട് മത്സരത്തിലെ ഏറ്റവും ഉയർന്ന ടോട്ടലായ 362 റൺസാണ് ന്യൂസിലൻഡ് അടിച്ചെടുത്തിരുന്നത്. മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്ക നല്ല രീതിയിൽ തന്നെ അത് പിന്തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ 312 റൺസിൽ അവരുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. ഇതോടെ 50 റൺസിന്റെ വിജയത്തോടെ ന്യൂസിലൻഡ് ഫൈനൽ സീറ്റ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക പുറത്താവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്ക തോറ്റതോടെ ഫൈനലിൽ ഇന്ത്യക്ക് എതിരാളികളായി ന്യൂസിലൻഡ് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കയെയാണ് ആഗ്രഹിച്ചിരുന്നത് യഥാർത്ഥത്തിൽ. എന്നാൽ നിർഭാഗ്യവശാൽ ന്യൂസിലൻഡിനെയാണ് ഇന്ത്യക്ക് കിരീട പോരാട്ടത്തിൽ നേരിടേണ്ടി വരുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കായി ഡേവിഡ് മില്ലർ വെട്ടിക്കെട്ട് സെഞ്ചുറിയുടെ ക്രീസിൽ തുടർന്നെങ്കിലും വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്കയുടെ തോൽവിക്ക് പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെംബ ബാവുമയെ വിമർശിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. ബാവുമയാണ് ദക്ഷിണാഫ്രിക്കയുടെ വില്ലൻ എന്നാണ് ഇന്ത്യൻ ആരാധകർ വിമർശിക്കുന്നത്. 363 എന്ന വമ്പൻ സ്കോർ പിന്തുടരുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആക്രമിച്ചുള്ള തുടക്കമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഓപ്പണറായി ഇറങ്ങിയ ക്യാപ്റ്റൻ ബൗമ നിരാശപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. പവർ പ്ലേയിലടക്കം ബാറ്റ് ചെയ്ത ബൗമ 71 പന്തിൽ 56 റൺസ് മാത്രമാണ് നേടിയത്. 4 4ഉം 1 6ഉമാണ് താരം നേടിയത്. പവർ പ്ലേയിൽ അടക്കം ബാറ്റ് ചെയ്തിട്ടും ഇത് മുതലാക്കുന്ന പ്രകടനം നടത്താൻ ബൗമയ്ക്ക് സാധിക്കാതെ പോയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ബൗമ പാഴാക്കിയ പന്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഡേവിഡ് മില്ലർ ദക്ഷിണാഫ്രിക്കയെ ജയിപ്പിക്കുമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ പ്രതിരോധിച്ച് കളിച്ച് നേരത്തെ തന്നെ തോൽവി ഉറപ്പിക്കാനുള്ള പ്രകടനമാണ് ബൗമ നടത്തിയതെന്നും ക്യാപ്റ്റൻ തന്നെ ടീമിന്റെ വില്ലനായി എന്നുമാണ് ആരാധകർ വിമർശിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ തോൽവിക്കിടയിലും ടീമിന് ആശ്വാസമായത് ഡേവിഡ് മില്ലറുടെ തകർപ്പൻ പ്രകടനമാണ്. 67 പന്തിൽ 10 4ഉം 4 6ഉം ഉൾപ്പെടെ 100 റൺസോടെ മില്ലർ പുറത്താകാതെ നിന്നു. 3 4 ഓവർ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ടീമിന് അത്ഭുത ജയം നേടിക്കൊടുക്കാൻ ചിലപ്പോൾ മില്ലറിന് സാധിക്കുമായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ മറ്റ് പ്രധാന താരങ്ങൾക്കൊന്നും തന്നെ കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയതാണ് ടീമിനെ നിരാശപ്പെടുത്തിയത്. ഇതിൽ ഹെൻറിച്ച് ക്ലാസന് ശോഭിക്കാൻ സാധിക്കാതെ പോയതും പ്രധാന പ്രശ്നമായി മാറി. വെടിക്കെട്ട് താരം 7 പന്ത് നേരിട്ട് 3 റൺസ് എടുത്താണ് പുറത്തായത്. ഈ വിക്കറ്റ് ദക്ഷിണാഫ്രിക്കയുടെ തോൽവിയിൽ നിർണായകമായി മാറുകയും ചെയ്തു. പിച്ചിലെ സ്ലോ മനസ്സിലാക്കി മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ ഉപയോഗിച്ച ന്യൂസിലാൻഡിന്റെ തന്ത്രം ഫലം കാണുകയായിരുന്നു. എന്തായാലും മില്ലറുടെ വെട്ടിക്കെട്ട് ദക്ഷിണാഫ്രിക്കയുടെ തോൽവിക്കിടയിലും ആരാധകർക്ക് ആശ്വാസമായിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ തോൽവിയിൽ ഏറ്റവും നിരാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ആരാധകർ തന്നെയാണെന്ന് പറയാം. ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ വല്ലാത്ത രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. കിവീസിനെ ഫൈനലിൽ കീഴടക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അല്പം കൂടി പ്രയാസമുള്ള കാര്യമാണ്. ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഫൈനലിൽ ഇത്തരമൊരു ജയം നേടിയെടുക്കുക ഇന്ത്യക്ക് കടുപ്പം തന്നെയായിരിക്കും. ന്യൂസിലൻഡ് ബാറ്റിംഗ് നിരയും സ്പിന്നർമാരും ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം. കിവീസ് വെല്ലുവിളി മറികടന്ന് ഇന്ത്യ കപ്പിലേക്ക് എത്തുമോ എന്നതാണ് ഇന്ത്യ കാത്തിരുന്ന് കാണേണ്ടത്.